സ്റ്റാൻലിയുടെ അപ്പനും അലീനയും ഇപ്പോൾ വളരെ സ്നേഹത്തിലാണ്. അവരാണെച്ചെങ്കിൽ ഇണങ്ങിയും പിണങ്ങിയും കഥ പറഞ്ഞും കൂട്ടുകൂടിയും അവരുടെ സമയമൊക്കെ കളയുന്നു. പക്ഷേ ഇതിലൊന്നും കൂട്ടുകൂടാതെ സ്റ്റാൻലി ഒറ്റപ്പെട്ട് തന്നെ നിൽക്കുകയാണ്. ഇതേ സമയത്താണ് സ്റ്റാൻലിയുടെ ഭാര്യയുടെ ചേച്ചിയായ റീത്താമ്മ അലീന ഇവിടെ താമസിക്കുന്നുണ്ടെന്ന് അറിഞ്ഞ് അലീനയെ കാണാൻ വേണ്ടി വന്നത്. കൂടെ സ്റ്റാൻലിയുടെ മൂത്ത മകൾ ടാനിയയും ഉണ്ടായിരുന്നു. അങ്ങനെ റീത്താമ്മ അലീനയെ വെല്ലുവിളിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്യുകയാണ്. 90 ദിവസത്തിനുള്ളിൽ നിന്നെ ഞങ്ങൾ ഈ വീട്ടിൽ നിന്ന് ഇറക്കിക്കളയുമെന്ന് പറഞ്ഞിട്ടാണ് റീത്താമ്മ പോയത്. ടാനിയ പ്രത്യേകിച്ച് ഒന്നും സംസാരിച്ചതുമില്ല. പക്ഷെ ടാനിയെ കണ്ടിട്ടും ടാനിയയോട് നന്നായി സംസാരിക്കാൻ പറ്റാത്തതിൻ്റെ വിഷമത്തിലാണ് അലീന. അങ്ങനെ നമ്മുടെ അലീന ഔദക്കുട്ടിച്ചായൻ്റെ അടുത്ത് സ്റ്റാൻലിയുടെ കുടുംബത്തെക്കുറിച്ചൊക്കെ ചോദിക്കുകയാണ്. സ്റ്റാൻലിയുടെ ഭാര്യയുടെ പേര് എൽസമ്മ, 3 മക്കൾ. മൂത്ത മകൾ ടാനിയ, അവളാണ് അന്നിങ്ങോട്ട് വന്നത്. രണ്ടാമത്തതും ഒരു പെൺകുട്ടിയാണ്. അവൾക്ക് ചില മാനസിക പ്രശ്നങ്ങളുണ്ട്. പിന്നെ സ്റ്റാൻലിയുടെ ഭാര്യയായ എൽസമ്മ എപ്പോഴും വലിയ ഭക്തിക്കാരിയാണ്. എപ്പോഴും ധ്യാനവും പ്രാർത്ഥനയുമായി നടക്കും. ഈ ആഴ്ച തിരുവല്ലയിലാണെങ്കിൽ അടുത്ത ആഴ്ച ഭരണങ്ങാനത്ത്, അതിൻ്റെ അടുത്ത് വേറെ വല്ല സ്ഥലത്തും. അങ്ങനെ ഒരു ഫുൾ ടൈം ഭക്തിക്കാരിയായ എൽസമ്മയുടെ വീട്ടിലെ കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കുന്നത് എൽസമ്മയുടെ ചേച്ചിയായ റീത്താമ്മയാണ്. റീത്താമ്മയ്ക്കും എൽസമ്മയ്ക്കും ഒരു കോമ്പൗണ്ടിലാണ് വീട്. അഞ്ചലിൽ ഒരു ഗേറ്റും ഒരു ചുറ്റുമതിലും ആണ്. അങ്ങനെ സ്വന്തം അമ്മയോടെന്ന പോലെയാണ് എൽസമ്മയ്ക്ക് റീത്താമ്മച്ചി. ഇവർക്ക് വേറെയും 4 സഹോദരങ്ങൾ കൂടിയുണ്ട്. എല്ലാവരും അഞ്ചലിൻ്റെ അടുത്ത് തന്നെയാണ് താമസിക്കുന്നത്. റീത്താമ്മയോടാണ് എൽസമ്മയ്ക്ക് കൂടുതൽ സ്നേഹം. അങ്ങനെ റീത്താമ്മയെക്കുറിച്ചിട്ടും എൽസമ്മയെക്കുറിച്ചിട്ടും അലീന ഔദക്കുട്ടിച്ചായൻ്റെ അടുത്ത് ചോദിക്കുകയാണ്. അങ്ങനെ ഔദക്കുട്ടിച്ചായൻ കുറച്ചുകൂടി കാര്യങ്ങൾ പറയുന്നത്. അല്ല പാപ്പ, ഈ എൽസമ്മയും മക്കളും എന്താ അഞ്ചലിൽ താമസിക്കുന്നത്? അവരിവിടെ പപ്പയുടെ കൂടെയല്ലേ താമസിക്കേണ്ടത് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ വല്യപ്പച്ചൻ പറയുകയാണ്, റീത്താമ്മയുടെ അടുത്ത് താമസിക്കണമെന്ന് എൽസമ്മയ്ക്ക് വലിയ നിർബന്ധമാണ്. അങ്ങനെ അവൾ അവിടെ താമസം തുടങ്ങി. ലാലിച്ചൻ അക്കാലത്ത് മിലിട്ടറിയിലായിരുന്നു. പക്ഷേ എൽസമ്മയുടെ കുടുംബക്കാരെല്ലാം അഞ്ചലിൽ തന്നെയാണ് താമസം. അവിടെ വീട് വെച്ച് താമസിച്ച സ്വന്തക്കാരുടെ ഒരു നോട്ടവും സഹായമൊക്കെ കിട്ടുമല്ലോ എന്ന് കരുതി. പിന്നെ കുട്ടികൾക്ക് പഠിക്കാനുള്ള സൗകര്യവും നോക്കി. അങ്ങനെയാണ് അവർ അഞ്ചലിൽ താമസിച്ചത്. അല്ല വല്യപ്പച്ച, പപ്പ മിലിട്ടറിയിലായിരുന്നപ്പോൾ പപ്പയ്ക്ക് ക്വാർട്ടേഴ്സ് കിട്ടില്ലായിരുന്നോ? അപ്പോൾ കുടുംബസമേതമൊക്കെ അവിടെ താമസിക്കാൻ പറ്റുമെന്നാണല്ലോ ഞാൻ കേട്ടിട്ടുള്ളത് എന്ന്. അപ്പോൾ വല്യപ്പച്ചൻ പറയുകയാണ്, അത് എന്താണെന്ന് വെച്ചാൽ ആദ്യമൊക്കെ അവൻ എൽസമ്മയെ കൊണ്ടുപോയി. പിന്നെ ടാനിയ മോള് വലുതായപ്പോൾ സ്കൂളിൽ ചേർക്കണമെന്ന് പറഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വന്നത്. പഠിപ്പിക്കാൻ സൗകര്യം ഇവിടെയാണല്ലോ. മിലിട്ടറിക്കാരാകുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് മാറുകയൊക്കെ വേണ്ടിവരും. പിന്നെ എൽസമ്മയും ലാലിച്ചനും തമ്മിൽ അത്ര സ്വരച്ചേർച്ചയൊന്നുമില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ എൽസമ്മയ്ക്കാണെച്ചെങ്കിൽ റീത്താമ്മ പറയുന്നതായിരുന്നു വേദവാക്യം. അപ്പോൾ അലീന ചോദിക്കുകയാണ്, അല്ല വല്യപ്പച്ച, ഈ അമ്മച്ചിയും എൽസമ്മയും പപ്പയുമായിട്ട് എപ്പോഴും വഴക്കായിരുന്നോ എന്ന്? വഴക്കൊന്നുമല്ല മോളെ, എന്നാലും അവൾക്ക് അവളുടെ വീട്ടുകാരുടെ സഹായവും പിന്തുണയൊക്കെ മതി. അവൾക്ക് എന്തെങ്കിലും പരാതിയും പരിഭവവും എന്തുണ്ടെങ്കിലും അവൾ സ്വന്തം വീട്ടുകാരോട് പറയാം. അവർക്കാണെച്ചെങ്കിൽ ലാലിച്ചനെ അത്ര അങ്ങോട്ട് പിടുത്തില്ല. പിന്നെ മക്കളെല്ലാം എൽസമ്മയുടെ കൂടെയല്ലേ, അതുകൊണ്ട് അവർക്കും അപ്പനേക്കാൾ വലുത് അമ്മയും അമ്മയുടെ വീട്ടുകാരുമാണ്. അത് ശരി, അങ്ങനെയാണല്ലേ. അല്ല വല്യപ്പച്ച, അപ്പോൾ ഈ റീത്താമ്മച്ചി ഉണ്ടല്ലോ, അവർക്ക് ഭർത്താവും മക്കളൊക്കെ ഒന്നും ഇല്ലേന്ന്? റീത്താമ്മയ്ക്ക് ഭർത്താവൊക്കെ ഉണ്ടായിരുന്നു, മരിച്ചുപോയി. മക്കളൊക്കെ ഉണ്ട്, അവരൊക്കെ എന്തൊക്കെയോ ജോലികൾ ചെയ്യുന്നു, കൃത്യമായിട്ടൊന്നും എനിക്കറിയില്ല. പിന്നെ എൽസമ്മയ്ക്കും കുട്ടികൾക്കും ഇവിടെ വന്ന് താമസിക്കാൻ ഇഷ്ടമല്ല. അവർക്ക് അവരുടെ അമ്മയുടെ തറവാട്, അതായത് പുളിക്ക തറവാട്ടുകാരോടാണ് കൂറുത്. പിന്നെ ലാലിച്ചനാണെച്ചെങ്കിൽ ഇതൊന്നും വകവെച്ച് കൊടുക്കാറില്ല. അപ്പോൾ അലീന ചോദിക്കുകയാണ്, അല്ല പപ്പയുടെ അടുത്ത് സ്നേഹവും ഇണക്കവും മാത്രമല്ല അവർ പപ്പ പറഞ്ഞാൽ അനുസരിക്കുകയും ചെയ്യില്ലേ എന്ന് ചോദിക്കുകയാണ് അലീന ഔദക്കുട്ടിച്ചായൻ്റെ അടുത്ത്. അപ്പോൾ ഔദക്കുട്ടിച്ചായൻ പറയും, അങ്ങനെ അനുസരിപ്പിച്ചിട്ട് എന്ത് കാര്യം, ഉള്ളു കൊണ്ടൊരടുപ്പൊക്കെ വേണ്ടേ? അതില്ലല്ലോ. അവർക്ക് സ്വന്തം വീട്ടുകാരോടൊപ്പം താമസിക്കാൻ ഇഷ്ടമെങ്കിൽ അങ്ങനെ ആയിക്കോട്ടാണെന്നാണ് ലാലിച്ചൻ കരുതിയത്. പിന്നെ ആ ബന്ധമൊക്കെ തണുത്ത് മരവിച്ചു പോയി മോളെ. ഇനിയിപ്പോൾ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അവനും ആ മക്കളോട് സ്നേഹമൊക്കെയുണ്ട്.
പക്ഷേ എന്താ ചെയ്യുക, അവൻ പറയുന്നതൊന്നും ആ കുട്ടികൾ അനുസരിക്കില്ല. ആ, അപ്പോൾ അലീന ചോദിക്കുകയാണ്, കുട്ടികളൊക്കെ എന്താ പപ്പച്ച ചെയ്യുന്നത്, അവരൊക്കെ പഠിക്കുകയാണോ എന്താ? ഓ, മൂത്ത മകൾ ടാനിയ അവൾ കോളേജിലാണ്, രണ്ടാമത്തവൾ സ്കൂളിൽ. അവൾക്ക് കുറച്ച് മാനസിക പ്രശ്നങ്ങളുണ്ട്, പഠിക്കാനും ഇത്തിരി പുറകോട്ട് തന്നെയാണ്. ചിലപ്പോൾ ആരോടും മിണ്ടത്തില്ല, ചില സമയത്ത് ചിരിയും കളി ഇത്തിരി കൂടുതലാണ്. എന്തൊക്കെയോ ചികിത്സയൊക്കെ നടക്കുന്നുണ്ട്, റീത്താമ്മ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. പിന്നെ ഉള്ളത് ഒരു മോന, അവനും പഠിക്കുക. മൂത്ത കുട്ടിയുടെ പേര് ടാനിയ, രണ്ടാമത്തെ കുട്ടിയുടെ പേര് ടെൽസ. പിന്നെ അപ്പോൾ നമ്മുടെ സ്റ്റാൻലിയെ കുറിച്ച് ചോദിക്കുകയാണ്, അതായത് പപ്പയ്ക്ക് ഈ ടെൽസ മോളെ ചികിത്സിക്കുന്നതിലൊന്നും താല്പര്യമില്ലേ? എന്തായാലും സ്വന്തം മോളല്ലേ, എന്നെ പോലെ തന്നെ. എന്താ അപ്പച്ച അതിനെക്കുറിച്ചിട്ടാണ് പറയാനുള്ളത് എന്ന് ചോദിക്കുകയാണ് വല്യപ്പച്ചൻ്റെ അടുത്ത് അലീന. ഓ, ഉള്ളത് പറയാമല്ലോ മോളെ, ഭാര്യ മക്കളുമെല്ലാം അവൻ്റെ പിടി വിട്ടുപോയി. വടംവലി നടത്താനൊന്നും അവന് താല്പര്യമില്ല. പിടിച്ചാൽ കിട്ടില്ലെങ്കിൽ അതങ്ങ് വിട്ടേക്കും, അത്ര തന്നെ. ഭാര്യ മക്കളും വേണോ മനസമാധാനം വേണോ എന്നൊരവസ്ഥ വന്നപ്പോൾ അവൻ മനസമാധാനം തിരഞ്ഞെടുത്തത്. മനുഷ്യന് ഏറ്റവും വലുത് മനസമാധാനമല്ലേ? എന്നാലും അപ്പച്ച ഇതിത്തിരി കൂടുതലല്ലേ, അവരെയൊക്കെ ശ്രദ്ധിക്കുകയും നോക്കുകയും ചെയ്യേണ്ടത് പപ്പയുടെ കടമയല്ലേ എന്നൊക്കെ അലീന സംശയിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഇതേ സമയം റീത്താമ്മ വന്നതിന് ശേഷം റീത്താമ്മയുടെ വീട്ടിൽ ഒരു കുടുംബസമ്മേളനം നടക്കുകയാണ്. ആ കുടുംബസമ്മേളനത്തിൽ റീത്താമ്മയുടെയും എൽസമ്മയുടെയും സഹോദരങ്ങളും ഒക്കെയുണ്ട്. അവർ പറയുന്നത് ഇങ്ങനെയാണ്, അതായത് റീത്താമ്മ ഫോൺ വിളിച്ചതിനനുസരിച്ച് അവരുടെ സഹോദരന്മാരായ ഏലിയാസ്, സ്റ്റീഫൻ, അച്ഛൻ കുഞ്ഞ്, സേവിച്ചൻ എന്നിവരും പിന്നെ എൽസമ്മയുടെ വീട്ടിൽ എല്ലാവരും കൂടി ഒത്തുചേർന്ന് സംഘം ചേർന്ന് സംസാരിക്കുകയാണ്. കുളത്തൂപ്പുഴ പോയി താൻ സ്റ്റാൻലിയെ കണ്ടതിൻ്റെ ദൃക്സാക്ഷി വിവരണമാണ് റീത്താമ്മ പറയുന്നത്. റീത്താമ്മയുടെ മക്കളും എൽസമ്മയുടെ മക്കളും കുടുംബസഭയിൽ സന്നിഹിതരായിട്ടുണ്ട്. അങ്ങനെ അവരെല്ലാവരും കൂടി ഒരുമിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ സഹോദരൻ ചോദിക്കുകയാണ്, അല്ല, നമ്മളല്ല ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആൾ എൽസമ്മ ചേച്ചിയല്ലേ, ചേച്ചി എവിടെ, ചേച്ചിയെ മാത്രം എന്താ ഇവിടെ കാണാത്തത് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ റീത്താമ്മ പറയുകയാണ്, അവൾ ചെങ്ങന്നൂരിലൊരു ബൈബിൾ കൺവെൻഷനോ ധ്യാനത്തിനും വേണ്ടി പോയിരിക്കുകയാണ്, 3 ദിവസമായി എന്ന്. അപ്പോൾ സേവിച്ചും ചോദിക്കുകയാണ്, 2 ആഴ്ച മുന്നല്ലേ ചേച്ചി ഒരെണ്ണം കഴിഞ്ഞത്, പിന്നെയും പോയോ അവൾ ധ്യാനത്തിനെന്ന്? ഓ, അവൾക്ക് ഇത് തന്നെയല്ലേ ജ്വരം, അവരുടെ മറ്റൊരു സഹോദരനായ അച്ഛൻ കുഞ്ഞു പറഞ്ഞു. പിന്നെ ഇതൊക്കെയല്ലേ അവൾക്കൊരാശ്വാസം എന്നും പറയുകയാണ്. പിന്നെ റീത്താമ്മ കുളത്തൂപ്പുഴ പോയി സ്റ്റാൻലിയുടെ വീട്ടിൽ അലീനയെ കണ്ട കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സ്റ്റാൻലി ഒരു പെണ്ണിനെ അവിടെ കൊണ്ടുവന്ന് താമസിപ്പിച്ചിട്ടുണ്ട്, കുളത്തൂപ്പുഴയുള്ള അവൻ്റെ ബംഗ്ലാവിൽ. അവൻ്റെ മകളാണെന്നാണ് പറയുന്നത്. ഞാനും ടാനിയ മോളും ഇതിനെക്കുറിച്ച് അവനോട് ചോദിക്കാൻ ചെന്നു. അപ്പോൾ അവൻ പറഞ്ഞു, 24 കൊല്ലം മുൻപ് അവൻ ഏതോ പെണ്ണുമായിട്ട് അടുപ്പമുണ്ടായിരുന്നത്രേ. കല്യാണം കഴിക്കാൻ പറ്റിയില്ല, പക്ഷെ ബാക്കി കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് നടന്നു. അത് പറയാൻ അവന് ഒരു നാണവും ഉണ്ടായിരുന്നില്ല. ഈയിടെയാണത്ര അറിഞ്ഞത് അതിൽ ഒരു കുട്ടി ജീവിച്ചിരിപ്പുണ്ടെന്ന്. അത് കേട്ടയുടനെ അവൻ ചെന്ന് അതിനെ അങ്ങ് ദത്തെടുത്തു. റീത്താമ്മ സഹോദരങ്ങളോട് ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ സേവിച്ചും ചോദിക്കുകയാണ്, ഇത് ഒരെണ്ണേ ഉള്ളൂ അതോ ഇനി വേറെയും കുട്ടികളുണ്ടോ? റീത്താമ്മ പറഞ്ഞു, അതൊന്നും എനിക്കറിയില്ല, ഇനി ആർക്കറിയാം എവിടെയൊക്കെ ഉണ്ടെന്ന്. ഇനി പുറകിന് ഉണ്ടോ ഇല്ലയെന്ന് ദൈവം തമ്പുരാന് മാത്രമേ അറിയുള്ളൂ. ഇത്രയും നാൾ ആ പെണ്ണ് ഒരു അനാഥാലയത്തിലായിരുന്നു ജീവിച്ചിരുന്നതെന്ന് എന്നാണ് ഞാൻ അറിഞ്ഞത്. അവിടുത്തെ ജോലിക്കാരനായ ബൈജു ആണ് ഫോൺ ചെയ്ത് എന്നോട് പറഞ്ഞത്. പിന്നെ അവളുടെ അമ്മയെക്കുറിച്ചൊന്നും അറിയില്ല. പ്രസവിച്ചവൾ വല്ല വഴിയരികിലും വലിച്ചു തെറിഞ്ഞതായിരിക്കും, അല്ലാതെ ഇപ്പോൾ അനാഥാലയത്തിൽ വരില്ലല്ലോ. അങ്ങനെയാണ് റീത്താമ്മയുടെ അഭിപ്രായം. അപ്പോൾ സേവിച്ച് ചോദിച്ചു, പുനലൂർ സ്റ്റാൻലി ചായൻ്റെ വീട്ടുകാർ ഇതൊന്നും അറിഞ്ഞിട്ടില്ലേ, അവരുടെ നിലപാട് എന്താണെന്ന്? അപ്പോൾ റീത്താമ്മ പറയാണ്, ഔതക്കുട്ടിച്ചായം വന്നിട്ടുണ്ട്, അവളെ അവിടെ നിന്ന് കെട്ടിക്കാൻ വേണ്ടി കെട്ടി വന്നതാണ്. പക്ഷേ അവൾ പഞ്ചാര വർത്തമാനം പറഞ്ഞിട്ട് കിളവനെയും കയ്യിലെടുത്തു. അവൾ അവിടെ ഭരണം തുടങ്ങിയത്രേ. എൻ്റെ അപ്പൻ്റെ സ്വത്താണെന്നും പറഞ്ഞ് അവൾ അവിടുത്തെ ജോലിക്കാരൊക്കെ മര്യാദ പഠിപ്പിക്കാൻ തുടങ്ങി എന്നാണ് ബൈജു എന്നോട് ഫോൺ ചെയ്തപ്പോൾ പറഞ്ഞത്. സ്റ്റാൻലിയുടെ ജോലിക്കാരനാണ് ബൈജു. അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് വിളിച്ചിട്ട് സ്റ്റാൻലിയുടെ വീട്ടിൽ സംഭവിക്കുന്ന കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. അപ്പോൾ ഇതാണ് പെട്ടെന്ന് തന്നെ എൽസമ്മയുടെ വീട്ടിലൊരു കുടുംബസമ്മേളനം കൂടാൻ കാരണമാങ്ങിയത്. റീത്താമ്മയ്ക്കാണെച്ചെങ്കിൽ ഭയം എന്തെന്ന് വെച്ചാൽ
ഇനി എൽസമ്മയും പിള്ളേരും വഴിയാധാരമാകും. അവൻ്റെ സ്വത്തെല്ലാം അവൻ ചിലപ്പോൾ ആ പെണ്ണിന് തന്നെ കൊടുക്കും. അതിനു മുൻപ് നമ്മൾ വേണ്ടതെന്ന് ആലോചിച്ച് ചെയ്യണം. ഇതാണ് റീത്താമ്മയുടെ അഭിപ്രായം. പക്ഷേ സഹോദരങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഭയം എന്തെന്ന് വെച്ചാൽ സ്റ്റാൻലിയുടെ സ്വഭാവം ഒരു പ്രത്യേക സ്വഭാവമാണ്, ഒരു മൂർഖൻ്റെ സ്വഭാവം. അയാളെ ഒരു കാര്യം പറഞ്ഞ് സമ്മതിപ്പിക്കാൻ പറ്റില്ല. പിന്നെ ഒരു വഴിയുള്ളത് ബന്ധുക്കളെല്ലാവരും ഒരു 10-25 പേർ ചെന്ന് ചോദ്യം ചെയ്യുക. കൂട്ടത്തിൽ പള്ളിക്കാരും പട്ടക്കാരും എല്ലാം ഉണ്ടാവണം. എന്നാലേ അവനൊരു ഭയമുണ്ടാവുള്ളൂ. ആകെ ഒരു കുഴഞ്ഞു മറിഞ്ഞ് പ്രശ്നമാകുമെന്ന് അവനെ ബോധ്യപ്പെടുത്തണം. പുനലൂരുകാരെയും ഒരു കാര്യം വിളിക്കണം. പിന്നെ ഔതക്കുട്ടിച്ചായൻ്റെ കാര്യം പോട്ടെ, അയാളിന് എത്ര കാലം ഉണ്ടെന്ന് അറിയില്ലല്ലോ. പക്ഷെ അയാളുടെ 2 സഹോദരങ്ങളുണ്ടല്ലോ, അവർ ഇതിന് അവർ സ്റ്റാൻലിയെ സപ്പോർട്ട് ചെയ്യുമെന്ന് തോന്നുന്നില്ല. കാരണം ഇതൊരു ചെറ്റത്തരമാണ്. കാരണം അവരെത്രയായാലും അവരുടെ വീടിനും കൂടി ചീത്തപ്പേരുണ്ടാകുന്ന കാര്യം. അതുകൊണ്ട് അവരാരും സ്റ്റാൻലിയെ സപ്പോർട്ട് ചെയ്യാൻ വഴിയില്ല. ഇങ്ങനെയൊക്കെയാണ് റീത്താമ്മ പറയുന്നത്. എന്തായാലും അതിനു വേണ്ടിയുള്ള കാര്യങ്ങളെല്ലാം നീക്കാൻ അവരെല്ലാവരും കൂടി തീരുമാനിച്ചു. പള്ളിക്കാരെയും പട്ടക്കാരെയും എല്ലാം വിളിച്ച് സ്റ്റാൻലിയുടെ വീട്ടിലോട്ട് പോകാനാണ് അവരുടെ എല്ലാവരുടെയും തീരുമാനം. അഞ്ചലിൽ ഈ ഒരുക്കങ്ങളൊന്നും നടക്കുന്നത് അറിയാതെ അലീനയും ഔതക്കുട്ടിച്ചായനും സ്റ്റാൻലിയും സസന്തോഷം കുളത്തൂപ്പുഴയിൽ താമസിക്കുകയായിരുന്നു. ഒരു ദിവസം അലീന ജനാലയ്ക്ക് തന്നെ നിൽക്കുകയായിരുന്നു. വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ടപ്പോൾ അവൾ തിരിഞ്ഞു നോക്കി. ക്രീം നിറത്തിലെ സാരി ഉടുത്ത് ഒരു സ്ത്രീ തൻ്റെ മുറിയിലേക്ക് കടന്നു വരുന്നതാണ് അവൾ കണ്ടത്. കൂടെ 2 കുട്ടികളും. അതിൽ ടാനിയെ അലീന തിരിച്ചറിഞ്ഞു. മറ്റേ പെൺകുട്ടിയാണെങ്കിൽ അലസമായ നഖം കടിച്ചുകൊണ്ട് ഒന്ന് വട്ടം തിരിഞ്ഞു നിൽക്കുകയാണ്. അലീനയെ കണ്ടപാടെ ആ കുട്ടി ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, ദേ മമ്മി, ആ ചേച്ചി നിൽക്കുന്നു. അവൾ അലീനയുടെ നേർക്ക് കൈ ചൂണ്ടിയാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്. ആ മധ്യവയസ്കയായ സ്ത്രീ അലീനയുടെ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കി. പരിചയപ്പെടുത്തുകയൊന്നും ചെയ്തില്ല. പക്ഷേ അലീനയ്ക്ക് അവരെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി. റിട്ട കേണൽ സ്റ്റാൻലി ജോസഫിൻ്റെ ഭാര്യ എൽസമ്മ, അതായത് തൻ്റെ അമ്മയുടെ സ്ഥാനത്ത് നിൽക്കുന്ന സ്ത്രീ. മറ്റേ 2 പെൺകുട്ടികളും തൻ്റെ അനുജത്തിമാരാണ്. അലീന സാവധാനം എൽസമ്മയുടെ മുമ്പിലേക്ക് ചെന്നു. അവൾ അവരെ നോക്കിക്കൊണ്ട് ചിരിച്ചു. എൽസമ്മയാണെച്ചെങ്കിൽ അവളുടെ മുഖത്ത് തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവർ വേറെ ഏതോ ഒരു ഓർമ്മയിലേക്ക് വഴുതിപ്പോയെന്ന് അലീനയ്ക്ക് അങ്ങനെ തോന്നി. പിന്നെ അലീന അവരെ നോക്കുന്നുണ്ട്. പക്ഷേ അവർ അലീനയുടെ മുഖത്തോട്ട് തന്നെ നോക്കിയിരിക്കുകയാണ്. അവരുടെ മുടിയാണെച്ചെങ്കിൽ ആകെ നരച്ചിരിക്കുന്നു. പ്രായമായ ഒരു രൂപം. അങ്ങോട്ട് ഇരിക്കാമല്ലോ, അലീന സോഫ കാണിച്ചുകൊണ്ട് പറയുകയാണ്. അത് കേട്ടപ്പോൾ ആകെ ഞെട്ടിയ പോലെ എൽസമ്മ വീണ്ടും അലീനയെ നോക്കി. ഒരു മാത്ര നേരത്തേക്ക് അവരുടെ മുഖത്ത് വളരെയധികം വെറുപ്പും നിന്ദയും ഒക്കെ ആകെ ഇരമ്പിക്കയറി. അവർ പൊട്ടിത്തെറിക്കുമോ എന്ന് പോലും അലീനയ്ക്ക് പേടി തോന്നി. പക്ഷേ എന്തോ അവരൊന്നും മിണ്ടാതെ അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി. ടെൽസ, എൽസമ്മ വിളിച്ചു. അതായത് ഇളയ കുട്ടി അലീനയുടെ റൂമിൽ തന്നെ നിൽക്കുകയാണ്. അങ്ങനെ ടെൽസയും കൂട്ടി എൽസമ്മ പുറത്തേക്ക് ഇറങ്ങി. അവൾക്ക് ഏകദേശം ഒരു 17 വയസ്സ് തോന്നിച്ചു. പക്ഷേ അത്രയധികം മാനസിക വളർച്ചയില്ലെന്ന് സ്പഷ്ടമായിട്ട് തന്നെ അവളുടെ മുഖത്ത് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. അങ്ങനെ എൽസമ്മയും റീത്താമ്മയും അവരുടെ സഹോദരങ്ങളും പള്ളിക്കാരും എല്ലാവരും വന്നിട്ടുണ്ട്. എല്ലാവരും സ്റ്റാൻലിയെ കൂട്ടിപ്പിടിച്ച് ചോദ്യം ചെയ്യാനായിരുന്നു തീരുമാനം. ആ എപ്പിസോഡും അതിൻ്റെ കഥയുമൊക്കെ നാളെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഇതിനു മുൻപ് റീത്താമ്മ വന്ന എപ്പിസോഡും റീത്താമ്മ വന്ന കഥയും അതേപോലെ തന്നെ ഔതക്കുട്ടിച്ചായനും അലീനയും തമ്മിലുള്ള സ്നേഹവും സംഭാഷണവും എല്ലാം നമ്മുടെ ചാനലിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നാളെ ഇവർ തമ്മിലുള്ള ചർച്ചയും പിന്നെ മനു അലീനയെ കാണാൻ വേണ്ടി കുളത്തൂപ്പുഴയിൽ വരുന്നുണ്ട്. മനു അലീനയെ കാണാൻ കുളത്തൂപ്പുഴയിൽ വരുമ്പോൾ അവിടെ മനുവിന് കിട്ടുന്ന സ്വീകരണവും മനു ഫേസ് ചെയ്യുന്ന കുറച്ച് വെല്ലുവിളികളും ഒക്കെ നാളത്തെ എപ്പിസോഡിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ തീർച്ചയായും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ രാവിലെ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ്. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻറ്റ് ചെയ്യുക. താങ്ക്